ഗർഭധാരണത്തിന് സാധാരണയായിട്ട് നമ്മ ഓവുലേഷൻ ടൈമാണ് നോക്കേണ്ടത്. ഇപ്പോൾ ഒരു സ്ത്രീക്ക് നോർമലായിട്ട് ഗർഭധാരണം നടക്കണമെങ്കിൽ 4 കാര്യങ്ങൾ നോർമൽ ആയിരിക്കണം. ഒന്ന്, അവരുടെ ശരീരത്തിലെ ഹോർമോണുകളുടെ അവസ്ഥ. ഹോർമോണുകളുടെ ലെവല് സാധാരണയായിട്ട് ഈസ്ട്രജനും പ്രൊജസ്ട്രോണും അതുപോലെ തൈറോയ്ഡ്, ഷുഗർ, അങ്ങനെയുള്ള മറ്റ് പല ഹോർമോണുകളും എല്ലാം തന്നെ നമ്മൾ നേരത്തെ ചെക്ക് ചെയ്ത് നോർമൽ ആണെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. രണ്ടാമത്, അവരുടെ ഓവുലേഷൻ കറക്റ്റ് ആണോ എന്നുള്ളത്. സാധാരണയായിട്ട് നോർമലായിട്ട് ഒരു പീരീഡ് ഉണ്ടാവുന്ന ഒരു സ്ത്രീക്ക് ഓവുലേഷൻ നടക്കുക ഏകദേശം 14ാമത്തെ ദിവസമായിരിക്കും. അതുപോലെ തന്നെ അവരുടെ അണ്ടവാഹിനി കുഴൽ അഥവാ ഫലോപ്യൻ ട്യൂബ് എന്ന് പറയും. ഈ ഫലോപ്യൻ ട്യൂബിൽ ബ്ലോക്കും ഉണ്ടാവാൻ പാടില്ല. അതുപോലെ ഗർഭപാത്രത്തിന് വായിലുള്ള സർവിക്സ്, അതിന് ആവശ്യമായ ഒരു ദ്വാരം വളരെ നേർത്തതാവാനും പാടില്ല. ഇങ്ങനെ 4 കാര്യങ്ങളും നോർമൽ ആയെങ്കിൽ മാത്രമേ സാധാരണയായിട്ട് ഗർഭധാരണം നടക്കുകയുള്ളൂ. അതുപോലെ തന്നെ പുരുഷന്മാരുടെ സെമന്റെ കൗണ്ടിലുള്ള വ്യതിയാനങ്ങളും ഗർഭധാരണത്തെ ബാധിക്കും. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഗർഭധാരണം നടക്കുക ഓവുലേഷൻ ടൈം അഥവാ ഒരു പീരീഡ് തുടങ്ങിയിട്ട് 12 മുതൽ 16ാമത്തെ ദിവസം, ഒരു 14ാമത്തെ ദിവസമാണ് സാധാരണ ഓവുലേഷൻ നടക്കുക. ആ സമയത്തായിരിക്കണം നമുക്ക് സാധാരണയായിട്ട് ഗർഭധാരണത്തിന് ട്രൈ ചെയ്യേണ്ടത്.